നമസ്കാരം, ഗാഡ്ജറ്റ് വാർത്തകളുമായി ഇത് വൺ ഇന്ത്യ മലയാളം. സ്മാർട്ട് ഫോൺ വിപണി അടക്കി വാഴുന്ന പ്രമുഖ ബ്രാൻഡുകളോട് മത്സരിക്കാൻ ഉറച്ചു തന്നെയാണ് ലെനോവോയുടെ ഉടമസ്ഥതയിലുള്ള മോട്ടറോള. ശ്രേണി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി മോട്ടോ G7 എന്ന കരുത്തൻ സ്മാർട്ട് ഫോണിനെ ഇന്ത്യൻ വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ് കമ്പനി. 16,999 രൂപ മുതൽ വില ആരംഭിക്കുന്ന ഈ മോഡൽ ബ്ലാക്ക്, ക്ലിയർ വൈറ്റ് നിറഭേദങ്ങളിൽ ലഭ്യമാണ്. ഓൺലൈൻ ഷോപ്പിംഗ് പോർട്ടലായ ഫ്ലിപ്കാർട്ടിലൂടെയും തിരഞ്ഞെടുത്ത റീറ്റെയിൽ സ്റ്റോറിലൂടെയും ഫോൺ വാങ്ങാം. വിൽപ്പന ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. മോട്ടോ G7 ഒപ്പം മോട്ടറോള 1 എന്ന മോഡലിനെയും കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ട്. 13,999 രൂപയാണ് ഈ മോഡലിന്റെ വില. മോട്ടോ G7 ലഭിക്കുന്നത് പോലെ തന്നെ ഫ്ലിപ്കാർട്ടിലൂടെയും ഓഫ്ലൈൻ സ്റ്റോറിലൂടെയും തന്നെയാണ് ഈ മോഡലിന്റെയും വിൽപ്പന. മോട്ടോ G7, G7 Plus, G7 Power, G7 Play എന്നീ വേരിയന്റുകളെ ഈ വർഷം ആദ്യം ബ്രസീലിൽ പുറത്തിറക്കിയിരുന്നു. ഇതിൽ G7 Power ഇന്ത്യയിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. 13,999 രൂപയായിരുന്നു G7 പവറിന്റെ വിപണി വില. G7 സീരീസിൽ മറ്റു മോഡലുകൾ പുറത്തിറക്കുമോ എന്ന കാര്യത്തിൽ കമ്പനി ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. 6.24 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ ആണ് മോട്ടോ G7നുള്ളത്. 1080x2270 പിക്സൽ ആണ് ഡിസ്പ്ലേ റെസൊല്യൂഷൻ. 19:9 ആസ്പെക്ട് റേഷ്യോ ഉള്ള ഈ മോഡലിൽ 403 ppi പിക്സൽ ഡെൻസിറ്റിയുമുണ്ട്. ഡിസ്പ്ലേ സുരക്ഷയ്ക്കായി കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 3 സുരക്ഷയുമുണ്ട്. ക്വാൽകം സ്നാപ്ഡ്രാഗൺ 632 ഒക്ടാ കോർ പ്രോസസ്സറാണ് ഫോണിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സ്പ്ലാഷ് റെസിസ്റ്റന്റ് P2i വാട്ടർ റിപ്പല്ലന്റ് നാനോ കോട്ടിംഗ് ഫോണിലുണ്ട്. ഒരു പരിധിവരെ വെള്ളം ഉള്ളിൽ കയറുന്നത് ഈ സംവിധാനം തടയും. 4GB RAM കരുത്തുള്ള ഫോണിൽ 64GB ഇന്റർണൽ മെമ്മറി കരുത്താണുള്ളത്. മെമ്മറി കാർഡ് ഉപയോഗിച്ച് ഇത് 512GB വരെ ഉയർത്താനാകും. ആൻഡ്രോയിഡ് 9.0 Pie OS അധിഷ്ഠിതമായാണ് മോട്ടോ G7 പ്രവർത്തിക്കുന്നത്. 3000 mAhന്റെ ബാറ്ററി കരുത്ത് ഫോണിലുണ്ട്. 15 വാട്ട് ടർബോ ചാർജിംഗ് സംവിധാനം അതിവേഗം ചാർജാക്കാൻ സഹായിക്കും. ഫിംഗർ പ്രിന്റ് സ്കാനർ ഘടിപ്പിച്ചിരിക്കുന്നത് പിൻഭാഗത്താണ്. ഫേസ് ലോക്ക് ഫീച്ചറുമുണ്ട്. 12 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും 5 മെഗാപിക്സലിന്റെ സെക്കൻഡറി ക്യാമറയും പിന്നിലുണ്ട്. മുന്നിൽ ഇടം പിടിച്ചിരിക്കുന്നത് 8 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. 172 ഗ്രാമാണ് ഫോണിന്റെ ഭാരം. കൂടുതൽ ഗാഡ്ജറ്റ് വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.